ഇങ്ങനെ ചൂട് കൂടി വരുന്ന സമയത്ത് റൂമിലെ ചൂട് എങ്ങനെ കുറയ്ക്കാമെന്ന് കരുതി പല പരീക്ഷണങ്ങളും ചെയ്യുന്ന കൂട്ടത്തിൽ ഈ ഒരു പരീക്ഷണം കൂടി ചെയ്തു നോക്കുക കേട്ടോ. ശരിക്കും യൂസ്ഫുൾ ആയിരിക്കും. ഇതുപോലൊരു സ്പോഞ്ച് മതി നമ്മുടെ റൂമൊക്കെ ഒന്ന് തണുപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു സ്പോഞ്ച് കിട്ടാനും ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ല. ഒട്ടുമിക്ക എല്ലാ ഷോപ്പുകളിലും കിട്ടുന്നതാണ്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ പരിപാടി കേട്ടോ. ആദ്യം തന്നെ ഇങ്ങനൊരു സ്പോഞ്ച് എടുക്കുക. അതിനുശേഷം ഇതുപോലൊരു പാത്രത്തിൽ വെള്ളം എടുത്തതിന് ശേഷം ഈ സ്പോഞ്ച് അതിൽ മുക്കി വെക്കുക. അരമണിക്കൂറെങ്കിലും ഇതുപോലെ മുക്കി വെക്കണം. അപ്പോഴേക്കും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്പോഞ്ചിൽ വെള്ളം കയറിയിട്ടുണ്ടാവും. ഈ വെള്ളം നമ്മൾ പിഴിഞ്ഞൊന്നും പോക്കാൻ പാടില്ല. അരമണിക്കൂർ ഇതുപോലെ തന്നെ അതിൽ വെള്ളത്തിൽ വെച്ചേക്കുക. ഇങ്ങനെ അരമണിക്കൂർ വെച്ചതിന് ശേഷം നമുക്ക് ഈ സ്പോഞ്ച് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ആ മാറ്റുന്ന സമയത്ത് പിഴിയണ്ട, ജസ്റ്റ് ഒന്ന് ചരിക്കുമ്പോൾ തന്നെ ഓവറായിട്ടുള്ള വെള്ളം പുറത്തേക്ക് പോയിക്കോളും. അതിനുശേഷം നമുക്ക് ഈ സ്പോഞ്ച് ഒരു പാത്രത്തിൽ വെച്ചിട്ട് ഫ്രീസറിൽ വെക്കുക. കുറഞ്ഞത് ഒരു 4-5 മണിക്കൂറെങ്കിലും വെക്കണം. അപ്പോൾ നമുക്ക് ഈ പരിപാടി രാവിലെ ചെയ്യുന്നതായിരിക്കും നന്നാവുക. അങ്ങനെയാണെങ്കിൽ രാത്രി ആകുമ്പോഴേക്കും ഫ്രീസറിൽ ഇത് നന്നായിട്ട് ഫ്രീസായിട്ട് കട്ടയായിട്ട് നിൽക്കും. ഇതിപ്പോൾ രാവിലെ ഫ്രീസറിൽ വെച്ചതാണ്. ഇപ്പോൾ ഇതാ രാത്രി പുറത്തെടുക്കുകയാണ്. ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും നല്ല ഐസായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു സൗണ്ട് നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. അപ്പോൾ അത്രയും ഹാർഡായിട്ടാണ് ഈ സ്പോഞ്ച് ഇപ്പം നിൽക്കുന്നത്. അപ്പോൾ ഇതിലുള്ള വെള്ളം മൊത്തം ഐസായിട്ടാണ് ഉള്ളത്. ഈ സൗണ്ട് കേട്ടാൽ തന്നെ അറിയാലോ ഇതുപോലെ നല്ല ഹാർഡായിട്ട് വേണം ഉണ്ടാവാൻ വേണ്ടിയിട്ട്. ഇതിനെ ഒരു പ്ലേറ്റിൽ വെക്കുക. എന്നിട്ട് ഫാനിൻ്റെ നേരെ താഴെ വെച്ച് കൊടുത്താൽ മതി. അപ്പം നമ്മുടെ റൂമിലുള്ള ഇങ്ങനെ ചൂടായി കിടക്കുന്ന സമയത്ത് ഈ ഒരു കൂളിങ്ങും കൂടി കിട്ടുമ്പം നല്ലൊരു റിഫ്രഷ്മെൻ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ കഴിയുന്നതും ഇതുപോലെയുള്ള ടിപ്സൊക്കെ നോക്കുക. ഇപ്പോൾ വേനൽക്കാലമാണ്, അപ്പം കതകൊക്കെ തുറന്നിടുക, ജനവാതിലൊക്കെ തുറന്നിടാതിരിക്കുക. ഇതുപോലെയുള്ള ടിപ്സൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ അതുപോലെ നമ്മൾ താഴത്തെ റൂമിനെ അപേക്ഷിച്ച് മുകളിലൊക്കെ റൂമിന് ചൂട് കൂടുതലായിരിക്കും. അങ്ങനെയുള്ള സമയത്ത് ഇതുപോലെ 1-2 സ്പോഞ്ചുകൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ചൂടിനെ കുറയ്ക്കാൻ പറ്റും കേട്ടോ. ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിട്ടുണ്ടാവും. എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.